നമ്മളെ കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ചിഞ്ചു. പെരിയാറാണോ? പമ്പ. പമ്പയാറായിരിക്കും. പിന്നെ ഒന്ന് അച്ചൻകോവില. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന IPCS ഗ്ലോബലാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. IPCS ഗ്ലോബൽ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വെഞ്ഞാറമൂട്ടിലാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന IPCS ഗ്ലോബൽ നൽകുന്ന സമ്മാനമാണ്. അവിടെ നമ്മുടെ ഈ 6 മാസങ്ങളും 3 മാസങ്ങളും കൊണ്ട് CCTV ടെക്നീഷ്യൻ്റെ കോഴ്സുകൾ, അത് കണക്ക് തന്നെ നമ്മളെ ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സെക്യൂരിറ്റി അലാറംസിൻ്റെ സംവിധാനങ്ങളുണ്ട്. കൂടാതെ നിരവധി ഹ്രസ്വകാല കോഴ്സുകൾ അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നു. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? പമ്പ നദി, പിന്നെ ഒന്ന് അച്ചൻകോവില, പിന്നെ ഒന്ന് കിഴക്കോട്ട് മറ്റേ പാലക്കാട് ഒറ്റപ്പാലത്ത് അതുവഴി ഓടുന്ന ഒറ്റപ്പാലത്ത് അതുവഴി ഓടുന്ന ഒരു നദിയുണ്ടല്ലോ, നമ്മളെ ഈ വാവനാപുരം നദി ഒരെണ്ണം അതുവരെ ഒഴുകുന്നുണ്ട്. എങ്ങോട്ടാണ്? പടിഞ്ഞാറാ? കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഇതൊക്കെ പടിഞ്ഞാറുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ വരുന്നത് എന്താ ആ നദിയുടെ പേരുന്ന ഒറ്റപ്പാലത്തൂടെ ഓടുന്ന നദിയുടെ പേര് ഭാരതപ്പുഴ എന്നാണ് തോന്നുന്നത്. ഭാരതപ്പുഴ തന്നെ. നമ്മളെ കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഇല്ല. പാവനാരം കിഴക്കോട്ടില്ല. കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളുണ്ട്. അത് ഏതൊക്കെയാണ്? പമ്പയാറായിരിക്കും. ഒരു സ്ത്രീയുടെ പേരിലാണ്. അറിയില്ല. കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ചിഞ്ചു. പെരിയാറല്ലേ? പെരിയാറാണോ? ആണോ ഇല്ലേ? ആ നദികൾ 3 നദികളുണ്ട്. പെരിയാർ, മറ്റേത് പമ്പ നദി. അപ്പോൾ ഞങ്ങളുടെ കൈവശം ആറ്റിങ്ങൽ IPCS ഗ്ലോബൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകി ആ സമ്മാനം ലഭിക്കും. ചോദ്യം ഇതാണ്: കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഭവാനി. കേരളത്തിൽ ഉത്ഭവിച്ച് പമ്പ, കബനി, ഭവാനി, കബനി നദി. പാമ്പ കബനി നദിയാണ്. പാമ്പ, കബനി, പിന്നെ ഏത് പറഞ്ഞത്? പാമ്പ, കബനി തന്നെ. അത് പമ്പ നദിയില്ലേ? പമ്പ നദി. പാമ്പ, കബനി, കാവേരി. കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്നു. കൂടെ ഒന്ന് പറഞ്ഞാൽ അതങ്ങ് പൂർത്തിയായി. പാമ്പ, കബനി, ഭവാനി, ഭവാനി. അപ്പോൾ സമ്മാനം തരട്ടാ? തരാല്ലേ? കബനി, ഭവാനി,
പാമ്പാർ എന്നീ നദികളാണ് കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകി കാവേരി നദിയിലും അറബിക്കടലിലും പതിക്കുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പോൾ IPCS ഗ്ലോബൽ നൽകുന്ന സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് പേരെന്താണ്? ശശിധരൻപിള്ള. ശശിധരൻപിള്ള. എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ആർമിയിലായിരുന്നു. ആർമിയിലായിരുന്നു. അതാണ് ഈ മീശയ്ക്ക് ഇത്ര നീട്ടമല്ലേ? അതെ അതെ. ആർമിയിൽ രാജ്യസേവനം കഴിഞ്ഞ് എത്ര വർഷം കൊണ്ട് നാട്ടിലുണ്ട്? നാട്ടിലോട്ട് 15 വർഷം. അല്ലേ? അപ്പോൾ നിങ്ങളെ പോലെയുള്ളവർക്ക് തന്നെ ഇത് കിട്ടണം. കാരണം നമ്മളെ ജീവനും സ്വത്തിനും വേണ്ടി അതിർത്തിയെ കാത്ത് എത്തിയ നിങ്ങൾക്ക് വലിയ ആദരവാണ് തരേണ്ടത്. ഇതൊരു ചെറിയ സമ്മാനമായി പോയി, എന്നാലും വലിയ രീതിയിലുള്ളൊരു സമ്മാനമാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. നമ്മൾ ഈ പറയുന്ന കണക്ക് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല നമ്മളെ ഈ ആർമിയിലെ ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? തന്നെ ചൂടും തണുപ്പും എല്ലാം ഉണ്ട്. നമ്മൾ ഒരു രാജ്യത്തിന് വേണ്ടി നമ്മൾ 24 വർഷം സർവീസ് ചെയ്ത് 24 വർഷം സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഞങ്ങൾ ഇവരിവിടെ കണ്ടത്. ഉത്സവത്തിൻ്റെ പരിപാടികളാണല്ലേ? ഉത്സവത്തിൻ്റെ പരിപാടികളാണ്. അതിൻ്റെ പിരിവായിട്ട് ഇറങ്ങിയതാണ് നമ്മൾ. ഏത് ക്ഷേത്രത്തിന്? പുളിമൂട് നാഗരാവ് ദേവീക്ഷേത്രം. അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇപ്പോൾ ഈ സമ്മാനം തരുന്നത് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന IPCS ഗ്ലോബൽ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ്. അവിടെ നമ്മൾ ഈ 6 മാസം 3 മാസം കോഴ്സുകൾ, അഡ്വാൻസ്ഡ് സ്റ്റഡീസിൻ്റെ 3 മാസം കോഴ്സുകളുണ്ട്. CCTV ടെക്നീഷ്യൻ, പൈത്തൺ ആൻഡ് ഡാറ്റ, ഇത്തരത്തിലുള്ള കോഴ്സുകളുണ്ട്. അവർ നൽകുന്ന സമ്മാനമാണ്. ഒരിക്കൽ കൂടി പേര് ഒന്നും മറന്നുപോയി. പേര് ശശിധരൻപിള്ള. ശശിധരൻപിള്ള അദ്ദേഹത്തിന് കൈമാറുകയാണ്. പിടിച്ചോളൂ. ഒരു കയ്യിൽ പൈസ, ഒരു കയ്യിൽ സമ്മാനം, അല്ലേ? അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.